അദ്ദേഹം ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നു. ഈ ജയലളിത മേഡം വന്ന സമയത്ത് ADMK വളരെ ഭംഗിയായിട്ട് പോയതാണ്. ഞാൻ തമിഴ്നാട് രാഷ്ട്രീയമാണ് പറയുന്നത്. അതേസമയം അവരുടെ മരണത്തിന് ശേഷം പാർട്ടി സ്പ്ലിറ്റായി. എനിക്ക് മുഖ്യമന്ത്രി, മറ്റോനെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അടിയോടടിയാണ്. അവസാനം എന്ത് സംഭവിച്ചു? DMK പുഷ്പം പോലെ വട്ടപൂജ്യമായി നിന്ന DMK. ഞാൻ അങ്ങനെ പറഞ്ഞാൽ തീരെ ബാക്കിലായിരുന്നു, ഒരിക്കലും ജയിക്കില്ല എന്ന് വിചാരിക്കുന്ന ടീമായിരുന്നു. ഇവർ കറക്റ്റായിട്ട് വന്ന് അവരൊരു സാമ്രാജ്യം ഉണ്ടാക്കി. അപ്പോൾ വിജയ് ഇവിടെ ചിന്തിക്കുന്ന കാര്യം, ADMK ഈടെയായി പരസ്പരം തല്ലുകൂടുകയും ഇങ്ങനെ വരുമ്പോൾ മികച്ച പ്രതിപക്ഷമില്ല. നോട്ട് ദ പോയിന്റ്. ഇപ്പോഴും ഇവിടെ മദ്യദുരന്തമുണ്ടായ 54 പേര് മരിച്ചപ്പോഴും അദ്ദേഹം ആ കാര്യത്തിലൊക്കെ റീസണായി ഇടപെട്ടു, ഇൻക്ലൂഡിങ് സൂര്യജി അടക്കമുള്ളവർ. പക്ഷെ അവരൊക്കെ പറയുമ്പോൾ എന്താണ്, DMK കാര്യമായിട്ട് നോക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ മദ്യത്തിൻ്റെ വിഷയത്തിൽ അത് വരാതെ വലിയ നോക്കേണ്ടത്, മദ്യം വന്നതിന് ശേഷമാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ അവർ സർക്കാരിനെ ശരിക്കും ഫയർ ചെയ്യുന്നുണ്ട്. ഇത് കൃത്യമായി വിജയ് നോട്ട് ചെയ്യുകയും അടുത്ത നിയമസഭയിൽ കൃത്യമായി വിജയ് ഗെയിം കളിക്കും. കാരണം എന്താണ്, ആ ഇലക്ഷൻ തമിഴ്നാട്ടിൽ ആര് വരണമെന്നാണ്.